IPL 2024 സീസണിലെ ഏറ്റവും മൂല്യമേറിയ മത്സരത്തിനാണ് ശനിയാഴ്ച ക്രിക്കറ്റ് പ്രേമികൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു അവരുടെ സ്വന്തം തട്ടകമായ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ നേരിടാൻ പോകുന്നത് IPLലെ ഏറ്റവും സക്സസ്ഫുൾ ടീമായ ചെന്നൈ സൂപ്പർ കിങ്സിനെ. ഒരുപാട് പ്രത്യേകതകളാണ് ഈ മത്സരത്തിനുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്താണെന്നാൽ ശനിയാഴ്ച നടക്കുന്ന മത്സരത്തിൽ വിജയിക്കുന്നവർ 2024 IPL സീസണിൽ പ്ലേ ഓഫ് യോഗ്യത നേടും എന്നതാണ്. എന്നാൽ RCBയെ സംബന്ധിച്ച് അവർക്ക് വെറുതെ വിജയിച്ചാൽ പോരാ. ചില നിബന്ധനകൾക്കുള്ളിൽ നിന്നുകൊണ്ട് വിജയിച്ചാൽ മാത്രമേ ബാംഗ്ലൂരുവിന് പ്ലേ ഓഫിലേക്ക് കടക്കാൻ കഴിയൂ. ആ നിബന്ധനകളും മത്സരത്തിന്റെ ചില രസകരമായ പ്രത്യേകതകളും എന്താണെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. മത്സരം നടക്കുന്ന തീയതി 18/5/2024. ഈ 18 എന്ന നമ്പറാണ് ശനിയാഴ്ചത്തെ മത്സരത്തിന്റെ ഏറ്റവും അട്രാക്റ്റീവ് പോയിന്റ്. അതായത് IPLന്റെ ചരിത്രത്തിൽ ഇതുവരെ 4 തവണയാണ് ബാംഗ്ലൂരു മെയ് 18 കളിച്ചിട്ടുള്ളത്. 2013, 2014, 2016, 2023 എന്നീ വർഷങ്ങളിലാണ് ഇതിനു മുമ്പ് മെയ് മാസത്തിലെ 18-ാം തീയതി ബാംഗ്ലൂരു കളത്തിലിറങ്ങിയിട്ടുള്ളത്. ഈ 4 മത്സരങ്ങളിൽ ഒന്നിൽ പോലും ഇതുവരെ ബാംഗ്ലൂരു പരാജയം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. ഇതിൽ 2 തവണയും ചെന്നൈ സൂപ്പർ കിങ്സ് തന്നെയായിരുന്നു എതിരാളികൾ. 2013 ആദ്യമായി മെയ് 18-ാം തീയതി ഒരു മത്സരം ബാംഗ്ലൂരു കളിച്ചത്. കാലാവസ്ഥ വളരെ പ്രതികൂലമായ ദിവസമായിരുന്നു 2013 മെയ് 18. യാദൃച്ഛികം എന്താണെന്ന് വെച്ചാൽ വരാൻ പോകുന്ന ശനിയാഴ്ചയിലെ മത്സരത്തിനും മഴ വലിയ രീതിയിലുള്ള ഭീഷണി ഉയർത്തുന്നുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ ബാംഗ്ലൂരുവിന്റെ ഈ സീസണിലെ യാത്ര അതോടെ അവസാനിക്കും. നിലവിൽ 14 പോയിന്റുമായി ചെന്നൈ 3-ാം സ്ഥാനത്താണ് തുടരുന്നത്. ബാംഗ്ലൂരു ആണെങ്കിൽ 12 പോയിന്റുമായി 6-ാം സ്ഥാനത്തും. 2013 മെയ് 18 നടന്ന മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്തത് ബാംഗ്ലൂരു ആയിരുന്നു. മഴ മൂലം 8 ഓവറായി ചുരുക്കിയ മത്സരമായിരുന്നു അത്. 29 പന്തിൽ 56 റൺസ് നേടിയ വിരാട് കോഹ്ലിയുടെയും 13 പന്തിൽ 28 റൺസ് നേടിയ ക്രിസ് ഗെയിലിന്റെയും വെടിക്കെട്ട് ബാറ്റിംഗിന്റെ ബലത്തിൽ 8 ഓവറിൽ 106 റൺസ് ആയിരുന്നു അന്ന് ബാംഗ്ലൂരു നേടിയത്. എന്നാൽ മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ ചെന്നൈക്ക് 8 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 82 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. വിരാട് കോഹ്ലിക്കായിരുന്നു മത്സരത്തിന്റെ മാൻ ഓഫ് ദ മാച്ച് അവാർഡ് ലഭിച്ചത്. തൊട്ടടുത്ത സീസണിലും അതായത് 2014 മെയ് 18 നടന്ന മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് തന്നെയായിരുന്നു ബാംഗ്ലൂരിന്റെ എതിരാളികളായി എത്തിയത്. ചെപ്പോക്കിൽ നടന്ന മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്തത് ആതിഥേയരായ ചെന്നൈ തന്നെയായിരുന്നു. എന്നാൽ സുരേഷ് റെയ്ന ഒഴികെ മറ്റാർക്കും അന്ന് ചെന്നൈക്ക് വേണ്ടി ബാറ്റിംഗിൽ തിളങ്ങാൻ സാധിച്ചില്ല. 48 പന്തിൽ 63 റൺസ് നേടിയ റെയ്ന ചെന്നൈയെ വലിയൊരു നാണക്കേടിൽ നിന്നും ഒഴിവാക്കി 134 എന്ന സ്കോറിലെത്തിച്ചു. എന്നാൽ എളുപ്പത്തിൽ വിജയിക്കാമെന്ന് കരുതി മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ ബാംഗ്ലൂരുവിന് ചെപ്പോക്കിലെ സ്പിൻ ചതിക്കുഴികൾ വില്ലനായി മാറി. അശ്വിനും ജഡേജയും ഡേവിഡ് ഹസിയും ഉൾപ്പെടുന്ന സ്പിൻ ബൗളർമാർ ബാംഗ്ലൂരു ബാറ്റർമാർക്ക് വലിയ രീതിയിൽ വെല്ലുവിളി ഉയർത്തി. അവസാന ഓവറിലെ 5-ാം പന്ത് വരെ നീണ്ടുനിന്ന മത്സരം ഒടുവിൽ ബാംഗ്ലൂരു 5 വിക്കറ്റ് നഷ്ടത്തിൽ 1 ബോൾ ബാക്കി നിൽക്കെ വിജയിക്കുകയായിരുന്നു. പിന്നീട് 2016 ബാംഗ്ലൂരു മെയ് മാസത്തിലെ 18-ാം തീയതി മറ്റൊരു മത്സരത്തിനിറങ്ങുന്നത്. കിങ്സ് 11 പഞ്ചാബ് ആയിരുന്നു എതിരാളികൾ. വിരാട് കോഹ്ലിയും ക്രിസ് ഗെയിലും അഴിഞ്ഞാടിയ മത്സരം എന്ന് തന്നെ പറയാൻ കഴിയും അന്നത്തെ മത്സരത്തെ. 50 പന്തിൽ 113 റൺസായിരുന്നു വിരാട് കോഹ്ലി ആ മത്സരത്തിൽ സ്വന്തമാക്കിയത്. 12 ഫോറുകളും 8 സിക്സറുകളുമാണ് ആ അവിസ്മരണീയ ഇന്നിംഗ്സിൽ കോഹ്ലി അടിച്ചുകൂട്ടിയത്. അതേസമയം തന്നെ മറുവശത്ത് ക്രിസ് ഗെയിലും തന്റെ ജോലി കൃത്യമായി ചെയ്യുന്നുണ്ടായിരുന്നു. 8 ഫോറും 4 സിക്സറുകളും ഉൾപ്പെടെ 32 പന്തിൽ 73 റൺസ് നേടി ക്രിസ് ഗെയിലും അന്ന് പഞ്ചാബ് ബൗളർമാരെ തള്ളിക്കീറി. ശ്രദ്ധിക്കണം, അന്നും മഴ വില്ലനായിരുന്നു. 15 ഓവറായി കുറച്ച മത്സരത്തിലാണ് ഈ വെടിക്കെട്ട് ബാറ്റിംഗ് പിറന്നത്. 15 ഓവറിൽ വെറും 3 വിക്കറ്റ് നഷ്ടത്തിൽ 211 എന്ന കൂറ്റൻ സ്കോർ ആയിരുന്നു അന്ന് ബാംഗ്ലൂരു അടിച്ചുകൂട്ടിയത്. മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ പഞ്ചാബിന് ബാംഗ്ലൂരുവിന് മേൽ ഒരു ഘട്ടത്തിൽ പോലും വെല്ലുവിളി ഉയർത്താൻ സാധിച്ചില്ല. 14 ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ വെറും 120 റൺസ് എടുക്കാനേ പഞ്ചാബിന് കഴിഞ്ഞുള്ളൂ. തുടർന്ന് ഡക്വർത്ത് ലൂയിസ് നിയമപ്രകാരം 82 റൺസിന് ബാംഗ്ലൂരു വിജയിച്ചതായി പ്രഖ്യാപിച്ചു. സെഞ്ചുറി നേടിയ വിരാട് കോഹ്ലി തന്നെയായിരുന്നു മത്സരത്തിന്റെ പ്ലെയർ ഓഫ് ദ മാച്ച്. അവസാനമായി ബാംഗ്ലൂരു മെയ് 18 കളിച്ചത് കഴിഞ്ഞ വർഷമായിരുന്നു. സൺറൈസേഴ്സ് ഹൈദരാബാദ് ആയിരുന്നു എതിരാളികൾ. ആദ്യം ബാറ്റ് ചെയ്ത ഹൈദരാബാദ് ഹെൻറിച്ച് ക്ലാസന്റെ സെഞ്ചുറിയുടെ ബലത്തിൽ 20 ഓവറിൽ 187 റൺസായിരുന്നു അന്ന് ബാംഗ്ലൂരിന് മുന്നിൽ ലക്ഷ്യം വെച്ചത്. എന്നാൽ 2016 മെയ് 18 ആവർത്തനമായിരുന്നു 2023 മെയ് 18 ക്രിക്കറ്റ് ലോകം കണ്ടത്. വീണ്ടും വിരാട് കോഹ്ലി ആ ദിവസം മറ്റൊരു സെഞ്ചുറി കൂടി തന്റെ അക്കൗണ്ടിൽ എഴുതി ചേർത്തു.
62 പന്തിൽ 12 ഫോറും 4 സിക്സറും ഉൾപ്പെടെ 100 റൺസായിരുന്നു അന്ന് വിരാട് കോഹ്ലി നേടിയത്. ഡുപ്ലസിയുടെ അർദ്ധ സെഞ്ചുറിയുടെയും കൂടി ബലത്തിൽ 4 ബോൾ ബാക്കി നിൽക്കെ RCB വിജയം കൈവരിച്ചു. അതായത് ഇതുവരെ മെയ് 18 ബാംഗ്ലൂരു കളിച്ച കളികളെല്ലാം തന്നെ വിജയിച്ചു. അതോടൊപ്പം തന്നെ 4-ൽ 3 കളികളിലും പ്ലെയർ ഓഫ് ദ മാച്ച് ആയത് വിരാട് കോഹ്ലിയാണ്. നേരത്തെ പറഞ്ഞതുപോലെ യാദൃച്ഛികം എന്താണെന്ന് വെച്ചാൽ വിരാട് കോഹ്ലിയുടെ ജേഴ്സി നമ്പറും 18 ആണ് എന്നതാണ്. ഇനി ശനിയാഴ്ച നടക്കാൻ പോകുന്ന മത്സരത്തിൽ, അതായത് 2024 മെയ് 18 നടക്കുന്ന മത്സരത്തിൽ എങ്ങനെയും ബാംഗ്ലൂരിന് വിജയിച്ചാൽ പോരാ, ചില നിബന്ധനകൾക്കുള്ളിൽ നിന്നും വിജയിക്കണം. അതായത് ബാംഗ്ലൂരു ആണ് ആദ്യം ബാറ്റ് ചെയ്യുന്നതെങ്കിൽ മിനിമം 18 റൺസിന് വിജയിക്കണം. എങ്കിൽ മാത്രമേ ചെന്നൈയേക്കാൾ നെറ്റ് റൺ റേറ്റിൽ മുകളിൽ വരൂ. ഇനി ബാംഗ്ലൂരു ചേസ് ചെയ്യുകയാണെങ്കിൽ അവിടെയും 18 എന്ന നമ്പർ തന്നെയാണ് ഹൈലൈറ്റ്. 18 ഓവറിനുള്ളിൽ വേണം ചെന്നൈ ഉയർത്തുന്ന ലക്ഷ്യം RCBക്ക് താണ്ടാൻ. ഇനി മത്സരം പൂർണ്ണമായും മഴ കൊണ്ടുപോയാൽ റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരു ഈ സീസണിൽ നിന്നും പുറത്താകും. എന്തായാലും ഇത്തരത്തിൽ വളരെ പ്രത്യേകതകൾ നിറഞ്ഞ മത്സരമാണ് മെയ് 18 ചിന്നസ്വാമിയിൽ അരങ്ങേറുന്നത്. അതേസമയം ഇതേ മെയ് 18 എന്ന ദിവസത്തിൽ ചെന്നൈയും 4 കളികളാണ് ഇതുവരെ IPL-ൽ കളിച്ചിട്ടുള്ളത്. അതിൽ 2 തവണ ചെന്നൈ വിജയിച്ചപ്പോൾ 2 തവണ പരാജയപ്പെടുകയും ചെയ്തു. എന്തായാലും വളരെ വാശിയേറിയ മത്സരം തന്നെയാകും ശനിയാഴ്ച ബാംഗ്ലൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ നടക്കാൻ പോകുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട.